മുത്തശ്ശിയെ ആ പാചകമൊന്നുമല്ല കേട്ടോ. പിന്നെ സൗന്ദര്യ ടിപ്പായിട്ടാ വരുന്നത്. ഇത് നമ്മളെ ഇതെന്താ അരിയൊക്കെ എടുക്കണ അരി. ഇത് അതിനുള്ള എല്ലാ സൗന്ദര്യ സംരക്ഷണത്തിനുള്ളതാണ്. ഇത് മുത്തശ്ശി ഞങ്ങക്ക് ഉണ്ടാക്കി തരണല്ലേ? ഇടയ്ക്ക് ഉണ്ടാക്കി തരാറില്ലേ? അതെ, ഇവിടെ ഞാനും ആളും ഒക്കെയാണ്. നവരരി ഇടയ്ക്കേ കിട്ടാറുള്ളൂ. അപ്പൊ കിട്ടുമ്പോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അതെ. അപ്പൊ മുത്തശ്ശി എന്താ നവനരി ആദ്യം എന്താ ചെയ്യാ? നവരരി ആദ്യം നമ്മള് കുക്കറിലിട്ട് കഴിക്കാൻ നല്ലോണം കഴുകി എടുക്കട്ടെ ആദ്യം കേട്ടോ. മക്കളെ, ഇത് നവരരിയും പാലും ചേർത്തിട്ടുള്ള ഒരു കിഴിയാണ് കേട്ടോ. കാലത്ത് എല്ലാവർക്കും മുഖത്തിന് ഒരു എന്താ വെച്ചാൽ മുച്ചില് അങ്ങനെയൊക്കെ വരില്ലേ, ഒരു വരണ്ട സ്കിന്നൊക്കെ ആയി വരും. അപ്പൊ അതിനൊരു മാറ്റം വരണ്ടേ? അതെ, ഞങ്ങക്ക് നല്ല ഇഷ്ടമുണ്ടോ. നല്ല തണുപ്പും കിട്ടാറുണ്ട് മുഖത്ത്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലോ. മുത്തശ്ശിയുടെ കാര്യം പറയട്ടെ. പറയൂ. അപ്പൊ പിന്നെ നമ്മളെ നടക്കാൻ കാലിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്കെന്ന് അറിയില്ല. ഞാന് കുട്ടിയാവുമ്പോ എൻ്റെ അനിയത്തിക്ക് ഒരു നടക്കാൻ കുറച്ച് താമസമായിരുന്നു കേട്ടോ. അപ്പോ ഒരു മുത്തശ്ശി പറഞ്ഞു കൊടുത്താ, ആ മുത്തശ്ശിയുടെ പിന്നെ മകളിൻ്റെ ഒപ്പം പഠിച്ചത്, മുത്തശ്ശിയുടെ മകളെ മകൾ പഠിച്ചതൊക്കെയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അടുത്തടുത്താണ് വീട്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ എൻ്റെ അമ്മ എന്ത് പറഞ്ഞു, നടക്കാൻ പിന്നെ ശോഭന വിളിക്കുക. ശോഭ നടക്കാൻ കുറച്ച് താമസമാണ്. ഇപ്പോൾ 3-4 വയസ്സൊക്കെ ആവാറായി. അപ്പോൾ എന്തായാലും ചെയ്യേണ്ടത് മുത്തശ്ശിയെ ചോദിച്ചു ആ മുത്തശ്ശിയോട്. അപ്പോൾ ഞാനൊരു വഴി പറഞ്ഞു തരാം, ഒന്ന് ചെയ്തു നോക്കൂ കുട്ടീന്നാണ് അമ്മേനെ വിളിക്കവർ. കുട്ടി ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. അപ്പം അങ്ങനെ അവരരി വാങ്ങിയിട്ട് അത് നല്ലോണം പൊടിക്കുക. എന്നിട്ടത് നമ്മൾ മോരിൽ കറക്കി ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഇത് കുറുക്കിയെടുത്തിട്ട് അത് നല്ലോണം അരക്കിനെ കിടപ്പോട്ട് തേച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ തേച്ച് കുറച്ച് നേരം അതെല്ലാം വലിഞ്ഞ് വരുന്ന വരെ നമ്മളങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ തേച്ച് കുളിച്ചാൽ അങ്ങനെ ഒരു 5-6 മാസം അങ്ങനെ തേച്ച് കഴിഞ്ഞതിന് ശേഷം അനിയത്തി അങ്ങനെ നടക്കാൻ തുടങ്ങി. ആ മുത്തശ്ശീനെ എപ്പോഴേക്ക് നവരരി കാണുമ്പോൾ ആ മുത്തശ്ശീനും ഓർമ്മ വരും. ഇപ്പം അനിയത്തിനും ഓർമ്മ വരും എന്നേ പറയാൻ പറ്റൂ. അനിയത്തി ഇപ്പോൾ ഇല്ലല്ലോ. അപ്പം അത് നടക്കാതെ ചിലർക്ക് നടക്കാൻ താമസം ചിലരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെയ്യാറുണ്ടോ അതൊന്നും അറിയില്ല. ഇങ്ങനെ ഉണ്ടായിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ടത്തെ. ഏത് ചെറിയ കുട്ടികൾക്ക് ഇപ്പോഴും അത് ആ രീതിയിൽ പോവാല്ലേ മുത്തശ്ശി ഉപയോഗിക്കാല്ലേ? ഇത് നാശാവണമെന്ന് അല്ല, ഇതിന് വേറെ അതൊന്നും ഇല്ലല്ലോ, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പിന്നെ ഇപ്പൊ നല്ല നവരരി നല്ലതാണ്. ചിലപ്പോ എല്ലായിടത്തും കിട്ടിക്കോളൊന്നുമില്ല, കിട്ടാനാണ് ബുദ്ധിമുട്ട്. പണ്ടൊക്കെ ഇഷ്ടം പോലെ കിട്ടും നവരരി ചോറ് ഉണ്ടിട്ടുണ്ട് ഞാൻ. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. എന്നാൽ അതൊക്കെ അകത്തേക്ക് ചെന്നാൽ നല്ല ഇതാണ്. അപ്പൊ അച്ഛൻ പറയും ഇതൊന്ന് കഴിച്ചു നോക്കാം നീ. ആയിക്കോട്ടെ, നമുക്കിത് കഴുകി എടുക്കാം. നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് പാലിൽ തന്നെയാണോ വേവിക്കുക? വേവിക്കാൻ പാല് വേണ്ട, വെള്ളത്തിൽ തന്നെയാ വേവിച്ചാ മതി. മുത്തശ്ശി ഇത് കിഴി ഉണ്ടാക്കി തരലേ ഉള്ളൂ. ഇത് എങ്ങനെയാന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്താ ചൂടില്ലേ മുത്തശ്ശി? നല്ല ചൂട് തന്നെ. മഴ പെയ്തില്ലേ? തലക്ക് ചൂട് വരും വേഗം. അല്ല, മിഞ്ഞാന്ന് നല്ലൊരു മഴ കിട്ടി. പക്ഷെ എന്നിട്ടും ചൂട് അധികമാവുകയേ. ഇനി അടുപ്പിച്ച് അങ്ങനെ 2-3 മഴയും കിട്ടണം. അപ്പൊ ചൂടൊന്ന് പറയും. ഇനിയിപ്പോ പൂരക്കാലമൊക്കെ അല്ലേ, അപ്പൊ ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്തൂടായില്ല. അപ്പൊ നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇത് ഗ്യാസ് കത്തിച്ചിട്ടേ വേവിക്കാൻ നോക്കട്ടെ. ഒരു 2-3 വിസില് വേണ്ടി വരും അല്ലേ? നമ്മളൊക്കെ ഇത് നല്ലോണം വെന്തുടങ്ങിയ രീതിയിലാവണം കേട്ടോ. ചിലപ്പോൾ ഈ പറഞ്ഞ പഴക്കമൊന്നുമില്ല, നല്ല അരിയാണെന്ന് വെച്ചാൽ വേഗം വെന്ത് കിട്ടും. അപ്പം എന്തായാലും നമുക്ക് 4-5 വിസിലടിക്കുക. ഇനിയിപ്പോൾ കുറച്ച് കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും കിഴിയാക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതാ നമ്മൾ നവരരി നന്നായി വെന്തിട്ടുണ്ട്. കണ്ടു? ആ ഒരു പരിവാവണം. ഈ പരിവാവണം. ഈ പരുവത്തിലാവണം. അപ്പൊ ചിലവർക്ക് ഇനിയിപ്പോ വേവ് അയിലാച്ചാണ് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താലും മതിയില്ലേ? അങ്ങനെയും ചെയ്യാം. ചിലവരിപ്പോ കുക്കറിലല്ലാതെ അടുപ്പത്ത് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലേ കുക്കറിൽ വെക്കുന്ന മാതിരി വേവില്ല. എത്ര നേരമൊക്കെ കുറച്ചൊക്കെ ആകുമ്പോഴേ നീ എന്താ ഉദ്ദേശിച്ച് ചെയ്യണ്ടേ? ഇനി ഇത് കുറച്ച് പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് ഇതൊരു കിഴി കെട്ടുക. എന്നിട്ട് ഈ പാലില് മുക്കിയിട്ട കിഴി ഇങ്ങനെ അതാണ് മുത്തശ്ശി മുക്കിയാക്കി തരാറുള്ളത്. ഇങ്ങനെ ആക്കി കൊടുക്കുക. ആയിക്കോട്ടെ. പണ്ട് ഞാൻ എന്താ അറിയോ, കണ്ണിലെണ്ണ ഉണ്ടാവുമ്പോൾ ചിലർക്ക്
കണ്ണിന് അസുഖം വരില്ലേ ആ ചൂടുകാലമൊക്കെ ആകുമ്പോ അപ്പൊ അങ്ങനെ മല്ലിയുടെ മല്ലി ചതച്ചിട്ട് കിഴി കെട്ടിയിട്ട് അത് കണ്ണിന് വെച്ചു കൊടുത്തു. അത് നല്ലതാണ്. ആ എന്നാ അത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അല്ലേ? അതൊക്കെ ചിലവർ ചെയ്യാറുണ്ടാവും. ആണോ? പാലൊഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പാലൊഴിച്ചു കൊടുത്തു. ഇനി കിഴിയിട്ട അല്ലേ? മഞ്ഞ് കിഴിയാക്കാം. ഒരു സ്പൂൺ എടുക്കണോ? അല്ല കൈ കൊണ്ടിട്ടോ മുത്തശ്ശി. ഇത് കിഴി കൊട്ടി കൊടുക്കട്ടെ. തുണി കെട്ടാതെ തുണിയും പക്ഷെ അപ്പം തന്നെ മാറ്റി വെച്ചു. അല്ലെങ്കിൽ പിന്നെ ആ നേരത്തെ അത് എടുക്കാൻ പോണ്ടേ. അത് ശരി കേട്ടോ, അത് നന്നായി. ആ അങ്ങനെ സാധാരണ പോലെ തന്നെ അല്ലേ നമ്മള് അതായത് നമ്മള് അരിയൊക്കെ വിഷുവിന് നാളികേരത്തിൽ വെക്കില്ലേ? ആ അതേപോലെ തന്നെ ആണ്. ഉണക്കല്ലേരിയാണല്ലോ അതിൽ വെക്കുക. അപ്പം ആ മരുന്നിൻ്റെ ഒരു കിഴി ഇതും. നീ എന്താ മുത്തശ്ശി ചെയ്യണ്ടേ? ഇതിങ്ങനെ മുക്കി കൊടുക്കും. ഓ ഞാൻ തന്നെ ആദ്യം വെച്ച് നോക്കാല്ലേ? ഓക്കെ ഓക്കെ. ഞങ്ങൾക്കാണ് സാധാരണ. എന്താ നല്ല തണുപ്പ്. ഇങ്ങനെ മുക്കുക ഇതാക്കുക അല്ലേ? ഇത് നമുക്ക് നവരരി തന്നെ വേണമല്ലേ മുത്തശ്ശി? നവരരി തന്നെ വേണം. അരിയുടെ ഗുണമൊന്നും വേറെ ഒന്നും കിട്ടില്ല. അപ്പൊ മക്കളെല്ലാരും മുത്തശ്ശി ചെയ്ത പോലെയൊക്കെ ചെയ്തു നോക്കൂ. വേനൽക്കാലല്ലേ? വേനൽക്കാലല്ലേ, നല്ല മിന്നലൊക്കെ വരും മുഖത്തേക്ക്. ഗ്ലോ, നല്ല ഗ്ലോ കിട്ടും. അതെ. അപ്പൊ എന്നാ ബായ് കൊടുത്തോളൂ മുത്തശ്ശി. നേരത്തെ വീഡിയോ മുത്തശ്ശിക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.